ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ ചെസ് ചാമ്പ്യനായ ഗുകേഷിന് സ്വർഗം വാഗ്ദാനം ചെയ്ത് ചില മതപുരോഹിതന്മാരൊക്കെ വന്നത് നമ്മൾ കണ്ടല്ലോ. പ്രത്യേകിച്ച് ഒരു ഡോക്ടർ എഴുതിയ പോസ്റ്റായിരുന്നു സമൂഹ മാധ്യമങ്ങളെ ഏറെ പിടിച്ചു കുലുക്കിയത്. ഗുകേഷിന് സ്വർഗം കിട്ടില്ല എന്നതായിരുന്നു ഉസ്താദിന് ആകെ ഉണ്ടായിരുന്ന വിഷമം. ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തെ ഉസ്താദ് എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പോ അദ്ദേഹത്തെ കൊണ്ട് നമ്മുടെ നാടിന് വലിയ രൂപത്തിൽ, അതായത് പ്രത്യേകിച്ച് സർക്കാരിന് ലോട്ടറി അടിച്ചിട്ടുണ്ട്. ലോക ചെസ് ചാമ്പ്യനായ ഡി ഗുകേഷ്, അദ്ദേഹത്തിന് കോടികളാണ് സമ്മാനമായി ലഭിച്ചതെങ്കിലും നികുതി ഒടുക്കേണ്ടത് കനത്ത തുകയാണ്. ശരിക്കും സർക്കാരിനാണ് ഗുകേഷിന്റെ അധ്വാനത്തിലൂടെ ഫലമുണ്ടായിരിക്കുന്നത്. ആ മാതാപിതാക്കള് രാജ്യത്തെ സേവിക്കണം, രാജ്യത്തിനൊരു മുതൽക്കൂട്ടാകണം എന്ന് കരുതി തന്നെയായിരിക്കും പാഠപുസ്തകങ്ങളിൽ നിന്നും കണ്ണുമാറുന്ന കുട്ടിയുടെ കണ്ണെവിടേക്കാണ് പോകുന്നത് എന്നൊരു പിതാവ് കണ്ടെത്തുകയും അതിനു വേണ്ടുന്ന കരുക്കൾ നീക്കിയപ്പോൾ ജീവിതത്തിന്റെ കരുക്കളായിട്ടത് മാറിയത്. 11.45 കോടി രൂപയാണ് ഗുകേഷിന് സമ്മാനമായി ലഭിച്ചത്. അതിനു പുറമെ 5 കോടി രൂപയാണ് തമിഴ്നാട് സർക്കാരും ഗുകേഷിന് വേണ്ടി പ്രഖ്യാപിച്ചത്. ഏകദേശം 4.67 കോടി രൂപയാണ് ഗുകേഷിന് നികുതി ഇനത്തിൽ അടയ്ക്കേണ്ടത്. അതായത് ക്രിക്കറ്റ് താരം MS ധോണിയുടെ IPL പ്രതിഫലത്തേക്കാൾ കൂടുതലാണിത്. ചെന്നൈ സൂപ്പർ കിങ്സ് 4 കോടി രൂപയാണ് ധോണിയെ നിലനിർത്തിയിരിക്കുന്നത്. 4 കോടി രൂപയ്ക്കാണ് മഹേന്ദ്ര സിംഗ് ധോണിയെ വിലക്കെടുത്തത്. ചാമ്പ്യൻഷിപ്പിന്റെ ആകെ സമ്മാന തുക $2.5 മില്യൺ ആണ്. അതായത് 21.20 കോടി രൂപ. ആകെ 14 ഗെയിമുകളാണ് ഉണ്ടായിരുന്നത്. ഓരോ ഗെയിം ജയിക്കുമ്പോഴും നേതാവിന് 1.69 കോടിയോളം രൂപയാണ് ലഭിക്കുന്നത്. ഈ കണക്ക് പ്രകാരം 3 ജയം നേടിയ ഗുകേഷിന് 5.7 കോടി രൂപയാണ് സമ്മാനമായി ലഭിച്ചത്. 2 ജയം നേടിയ ഡിങ് ലിറന് 3.38 കോടി രൂപയും ലഭിച്ചു. ബാക്കിയുള്ള സമ്മാനത്തുക ഇരുവർക്കുമായി തുല്യമായി വീതിക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് 11.45 കോടി രൂപ ഗുകേഷിന് ലഭിച്ചത്. അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള ഈ നാട്ടില് നമ്മൾ കേട്ട് തഴമ്പിച്ചതാണ് ആരെയും ഒരു നിയന്ത്രണമില്ലാതെ അനാവശ്യമായി വിമർശിക്കുന്ന ആളുകളെ സംബന്ധിച്ച്. അവരിൽ നിന്നോ ഇവര് തികച്ചും വ്യത്യസ്തരായി മുന്നോട്ട് പോകുകയും ചെയ്യും. നരേന്ദ്രമോദിക്ക് കിട്ടുന്ന കല്ലേറുകൾ ഇത്രയാണ്. ഏതെങ്കിലും ഒരു കല്ലേറിനെ സംബന്ധിച്ച് ഒരിക്കലെങ്കിലും ഒരു അസ്വസ്ഥതയോടുകൂടി ഒരു മാധ്യമത്തോടും സംസാരിച്ചിട്ട് പോലുമില്ല നരേന്ദ്രമോദി. ലോക ചെസ് ചാമ്പ്യനായ ദൊമ്മരാജു ഗുകേഷ്, ഇദ്ദേഹത്തിന്റെ വിജയമാണ് ഇപ്പോൾ ഇന്ത്യ മുഴുവനും ആഘോഷിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാന മുഖ്യമന്ത്രിമാരും ഇന്ത്യയിലെ കായിക സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ഒക്കെ ഗുകേഷിനെ അഭിനന്ദിക്കുകയും ആ വിജയത്തെ ഇന്ത്യയുടെ വിജയമായി ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾക്ക്, ചില വ്യക്തികൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അതിലെ മതവും രാഷ്ട്രീയവും നമുക്ക് മനസ്സിലാകും. കഴിഞ്ഞ ദിവസം മുതൽ ഗുകേഷിന്റെ വിജയത്തെ വില കുറച്ച് കാണിക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. ഗുകേഷിന്റെ എതിരാളിയായിരുന്ന ചൈനീസ് താരം മത്സരത്തിൽ വലിയ അബദ്ധം കാണിച്ചതുകൊണ്ട് മാത്രമാണ് ഗുകേഷ് ജയിച്ചത് എന്ന രീതിയിൽ വാർത്ത കൊടുത്താണ് ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങൾ അവരുടെ വിഷമം തീർത്തത്. ഗ്യാലറിയിലിരുന്ന് കമന്ററി പറയാൻ വളരെ എളുപ്പമാണ്. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. ഇന്നിപ്പോൾ ചൈനീസ് താരം മനഃപൂർവ്വം തോറ്റുകൊടുത്തതാണ് എന്ന് ആരോ ഒരാൾ ആരോപണം ഉന്നയിച്ചതിന്റെ പേരില് വലിയ രൂപത്തിൽ അത് വാർത്തയാക്കി മുഖ്യധാരാ മാധ്യമം ആഘോഷിക്കുമ്പോൾ വാർത്തയുടെ പഞ്ഞമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.
കണ്ടന്റുകളുടെ ക്ഷാമമാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. എന്നാലും ആ 18കാരൻ ഈ രാജ്യത്തിൻ്റെ ഒരു ഭാഗമായി, രാജ്യത്തിൻ്റെ പുരോഗതിയുടെ ഒരു ഭാഗമായി മാറിയപ്പോൾ ആ കുട്ടിയുടെ കഴിവും മികവും അതിനെ വാഴ്ത്തേണ്ടതിന് പകരം, അതിനർഹമായിട്ടുള്ള അംഗീകാരം നൽകേണ്ടതിന് പകരം എന്താ നോക്ക്, ദോമരാജു ഗുഗേഷ് എന്ന പേരാണോ, അതോ ഗുഗേഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ചെസ് താരങ്ങൾ അവരുടെ സംസ്കാരം പിന്തുടർന്നു കുറി തൊടുന്നതും മത്സരശേഷം എതിരാളികൾ പോയതിനു ശേഷം ചെസ് ബോർഡ് ക്രമീകരിച്ചു വയ്ക്കുന്നത് പോലെയുള്ള ലോകം കൈയടിക്കുന്ന മാനവികതയും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന മാനവികതയിലൂന്നിയ സാംസ്കാരിക സമ്പന്നമായിട്ടുള്ള പ്രവൃത്തികളാണോ ഇവരുടെ പ്രശ്നം, അതോ ഗുഗേഷ് ഇന്ത്യക്കാരനായതാണോ ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത്? ആ ഒരൊറ്റ ഗെയിമിൽ ജയിച്ചത് കൊണ്ടല്ല ഗുഗേഷ് ലോക ചെസ് ചാമ്പ്യനായത്. ഇതിനു മുമ്പുള്ള റൗണ്ടുകളിലും ഗുഗേഷ് ഇതേ ചൈനീസ് എതിരാളിയെ തോൽപ്പിച്ചിരുന്നു. ആകെയുള്ള 14 ഗെയിമിൽ ഗുഗേഷിന് 7.5 പോയിന്റും ചൈനീസ് താരത്തിന് 6.5 പോയിന്റുമാണ് കിട്ടിയത്. ഗുഗേഷ് ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ടീമാണ് 3 മാസം മുമ്പ് നടന്ന ചെസ് ഒളിമ്പ്യാഡിൽ ഇന്ത്യക്കായിട്ട് സ്വർണം നേടിയത്. അന്നും ടീമിനത്തിൽ ഇന്ത്യ ചൈനയെ തോൽപ്പിച്ചിരുന്നു. ഇന്ത്യക്കാരനായ ഗുഗേഷ് ഏതോ ഭാഗ്യം കൊണ്ട് ജയിച്ചു എന്ന് വരുത്തി തീർത്ത് ആ കുട്ടിയുടെ എഫേർട്ടിന്റെ റിസൾട്ടിനെ ഇല്ലാതാക്കി അതിന്റെ മനോവീര്യത്തെ തകർക്കാനും അത് വ്യക്തിപരമായി നേടിയെടുത്ത ആ ഒരു മികവാർന്ന വിജയത്തിന്റെ ശോഭ കെടുത്താനും മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിക്കുമ്പോൾ സങ്കടമുണ്ട്. അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ മാധ്യമങ്ങൾ ആരെയാണ് അംഗീകരിച്ചിട്ടുള്ളത്? ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചാൽ അംഗീകരിക്കുക, അത് വോട്ടിംഗ് മെഷീന്റെ ക്രമക്കേടാണെന്ന് പറയും. ഇന്ത്യൻ സേന പാകിസ്ഥാനിൽ കയറി തീവ്രവാദികളെ ശരിപ്പെടുത്തിയാൽ അംഗീകരിക്കുമോ? അതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കും. ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാനെ തോൽപ്പിച്ചാൽ അപ്പോൾ പറയും ഇന്ത്യ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണെന്ന്. ഇന്ത്യ ഒരു പുതിയ മിസൈൽ പരീക്ഷിച്ച് വിജയിച്ചാൽ ആ വാർത്തയ്ക്കൊപ്പം ചേർക്കും ഇന്ത്യക്ക് ആകെ 1 ഉള്ളൂ, ചൈനയ്ക്ക് 10 ഉണ്ടെന്ന്. ഇന്ത്യ ചന്ദ്രനില് വെള്ളം കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ ഉടനെ ആ വാർത്തയ്ക്കൊപ്പം പറയും ചൈന ചന്ദ്രനിൽ നിന്ന് പാറ കൊണ്ടുവന്നു, അതിനകത്ത് നിന്നാണ് ഇന്ത്യക്ക് വെള്ളം കിട്ടിയതെന്ന്. ഇന്ത്യ പുതിയ വിമാനവാഹിനി കപ്പൽ നീറ്റിൽ ഇറക്കി എന്ന വാർത്തയ്ക്കൊപ്പം ഉണ്ടാകും ചൈനയ്ക്ക് ഇന്ത്യയെക്കാൾ കൂടുതൽ വിമാനവാഹിനി കപ്പലുകൾ ഉണ്ടാകും. ഒരു മിസൈൽ പരീക്ഷിച്ചെന്ന് പറഞ്ഞാൽ പറയും അത് വിഗ്രഹപൂജ ചെയ്തിട്ടല്ലേ, നരേന്ദ്രമോദി ഉണ്ടാക്കിയതല്ലേ, വലിയ വിജയത്തിലൊന്നും എത്താൻ പോകുന്നില്ല. ഇങ്ങനെ ഇന്ത്യയുടെ ഓരോ വളർച്ചയെയും ഇത്തരം പുഴുക്കുത്തുകൾ ശക്തമായി വിമർശിക്കുന്നത് കൊണ്ടാണ് ഇന്ത്യ എല്ലാ മേഖലകളിലും പുരോഗതി പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു പോസിറ്റീവായ മുന്നേറ്റത്തെയോ ഏതെങ്കിലും ഒരു ഇന്ത്യക്കാരൻ്റെ നേട്ടത്തെയോ അംഗീകരിക്കാൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇന്നും കഴിഞ്ഞിട്ടില്ല. ഒരു ഇന്ത്യക്കാരൻ്റെ വിജയത്തിൽ ഇത്രയും കുരുക്കൾ പൊട്ടുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗുഗേഷ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളുടെ കുരുപൊട്ടൽ എന്താകുമെന്ന് ആലോചിച്ചു നോക്കിയേ. നന്ദി.